Good morning. അപ്പോൾ നമുക്ക് ഗ്രീൻസ് തിയറം ആണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഗ്രീൻസ് തിയറത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് F is equal to minus 16y minus 16y plus sin x square plus sin x square I plus 4 e raised to y 4 e raised to y plus 3x square j plus 3x square j. Okay, acting on the simple closed curve given in the figure. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മളുടെ റീജിയൻ R എന്ന് പറയുന്നത്. ആൻഡ് അത് ബൗണ്ട് ചെയ്യുന്ന കർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 is equal to y is equal to x, C2 is equal to y is equal to minus x, അല്ല സോറി C2 അല്ല C3 ആണ് കേട്ടോ, ഈക്വൽ ടു അല്ല. C1 എന്ന് പറയുന്നത് y is equal to x, C3 y is equal to minus x and C2 എന്ന് പറയുന്നത് x square plus y square is equal to 1. x square plus y square is equal to 1. അപ്പൊ ഈ മൂന്നെണ്ണാണ് നമ്മളുടെ തന്നിട്ടുള്ള റീജിയൻസിന്റെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന കർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ഗ്രീൻസ് തിയറം പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അതിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു double integral over r dou q by dou y minus dou q by dou x minus dou p by dou y dv. ഇതാണ് നമ്മളുടെ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ W is equal to നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ സി എന്താണ് F ഡോട്ട് ഡി ആർ അല്ലെ. അപ്പൊ F ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F എന്ന് പറയുന്നത് ഇതാണ്, ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ് ഡി ആർ. കാരണം ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. അപ്പോ F ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ ഓവർ സി ഐയും ഡി എക്സും കൂടി മൾട്ടിപ്ലൈ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ് ഡി ആർ എന്ന് പറയുന്ന വെക്ടർ. സോ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 4 ഇ റേസ് ടു വൈ പ്ലസ് 3y സ്ക്വയർ 3x സ്ക്വയർ സോ 3x സ്ക്വയർ dy അല്ലേ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ദിസ് ഇസ് P ആൻഡ് ദിസ് ഇസ് Q. അപ്പൊ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീൻസ് തിയറത്തിന്റെ ലൈൻ ഇന്റഗ്രലിനോട് കമ്പയർ ചെയ്യാം നമുക്ക്. അപ്പൊ അതിൽ നിന്ന് P എന്ന് പറയുന്നത് മൈനസ് 16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ആണ്, Q എന്ന് പറയുന്നത് 4 e raised to y പ്ലസ് 3x സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഡയറക്ട്ലി കണ്ടുപിടിക്കാമല്ലോ. So this is equal to, ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇത്? ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഒരു ഡയറക്റ്റ് ഫോർമുലേക്ക് നമുക്ക് പറ്റില്ല, കാരണം രണ്ടവിടെയും എക്സും വൈയും വരുന്നുണ്ട്. സോ ഇന്റർപ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡി എക്ക് ഫോം നോക്കട്ടെ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി ക്യൂ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ക്യൂ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരിക. അപ്പോ 0 പ്ലസ് 6x മൈനസ് ഡി പി ബൈ ഡി വൈ ഡോ പി ബൈ ഡോ വൈ. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? മൈനസ് 16 dA. ഇനി
ഈ ഡി എനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ടൈപ്പ് 1 ആക്കണം അല്ലെങ്കിൽ ടൈപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ അല്ലേ. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 6x പ്ലസ് 16 ഡി എ എന്ന് പറഞ്ഞ് ഇത് മാറും. അപ്പോ ഡി എക്സ് ഡി വൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ടൈപ്പ് 2 ആണെന്ന് കൺസിഡർ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈ ആയിട്ട് കാണിച്ചിട്ട് വൈയുടെ ബൗണ്ടറീസ് നോക്കണം. അപ്പോ ഇത് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ബൗണ്ടറീസ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റായ്മയൊന്നുമില്ല. എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈ എക്സും മൈനസ് എക്സും ഒക്കെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ മുകളിലൊരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോ എന്താണ്? ശരിക്കും ഒരു ആർക്കാണ് അല്ലെ, ഒരു സർക്കിളിന്റെ ആർക്ക് ആയിട്ടാണ് വരുന്നത്. x square plus y square is equal to 1. So that is a circle with radius 1. അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, y is equal to x, y is equal to minus x. They are equal. That means equal length ആണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ദിസ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ എന്ത് വരും? 1 ആണ് വരിക. അപ്പോ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് എന്ത് പറയാം? റേഡിയസ് 1ഉം സെന്റർ 0 0യും ആയിട്ട് വരുന്ന ഒരു സർക്കിളിന്റെ ഒരു ആർക്കാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അല്ല, ആർക്ക് നല്ല സെക്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ആൻ ആംഗിൾ. ഇതാണ് നമ്മുടെ സെക്ടറിന്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഫോംസ് വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഡബിൾ ഇന്റഗ്രൽസിൽ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഫോം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ആക്കിയിട്ട് മാറ്റണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ആക്കണമെങ്കിൽ ആർ എന്താണ്? 1 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നതോ y is equal to x ഉം y is equal to minus x ഉം ആണ് ബൗണ്ടറീസ് തരുന്നത്. അപ്പൊ y is equal to x വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം this is angle 45. അപ്പൊ അതിന്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എന്തായിരിക്കും? ആംഗിൾ 45 തന്നെയായിരിക്കും വരിക. അപ്പോ ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ആംഗിൾ 90 ഡിഗ്രി ആണ്. 45 തൊട്ട് ഏതുവരെ പോകുന്നതാണ്? 90 പ്ലസ് 45 അല്ലെ, 135 വരെ. അപ്പൊ 45 ടു 135 വരെ പോകുന്ന 90 ഡിഗ്രി ആംഗിൾ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് തീറ്റ ഇവിടുന്ന് ഏതുവരെയാന്ന് പറയാം? π/4 ടു 3π/4 ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? ഇന്റഗ്രൽ ഇന്റഗ്രൽ π/4 ടു 3π/4 r dr dθ ആണ്, അല്ലെങ്കിൽ r dθ dr എന്നാക്കണം. അപ്പൊ നമ്മൾ r dr dθ ടൈപ്പ് 1 എന്നുള്ള ഫോമിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താണ്? 0 to 1 അല്ല, 0 to 1 അല്ലല്ലോ, r നെ ഇൻ ടേംസ് ഓഫ് തീറ്റ അല്ലേ കാണിക്കണ്ടേ. അപ്പൊ r നെ ഇൻ ടേംസ് ഓഫ് തീറ്റ എന്ന് ചെയ്യുമ്പോ നമ്മള് ഏത് ഫോമിലേക്കാണ് എടുക്കാറ്? അല്ല, r നെ ഇൻ ടേംസ് ഓഫ് വേണ്ടല്ലോ, റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. സോ 0 to 1 തന്നെ മതി. 0 to 1 തന്നെയാണ് വരിക. 0 to 1. അപ്പൊ ഇന്റഗ്രൽ π/4 to 3π/4 ഇന്റഗ്രൽ 0 to 1 6 into എക്സിന് പകരം എന്താ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക? എക്സിന് ആർ കോസ് തീറ്റയും വൈന് ആർ സൈൻ തീറ്റയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ വരിക. അപ്പൊ 6r cos തീറ്റ പ്ലസ് 16 ഡി ആറിന് ഡി എക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആദ്യം this is equal to integral π/4 to 3π/4. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം, കറസ്പോണ്ടിങ് ടു r ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? 6r² cos θ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ 6r² cos θ ആണ്. സോ അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 6r³ by 3
cos theta plus 16 r square by 2 കാരണം 16 r അല്ലേ 16 r square by 2 from 0 to 1 d theta ഈ ഫോമിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ pi by 4 to 3 pi by 4 6 1 to 0 ആണ്. സോ 0 എന്ന് പറയുന്നത് ടോട്ടൽ ടേംസ് തന്നെ 0 ആയിട്ട് പോകും. അപ്പൊ 1 അപ്പർ ലിമിറ്റ് മാത്രം മതി. അപ്പൊ എന്ത് വരും? 6 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് 3 എഴുതാം. 3 cos theta plus 16 by 2 8 d theta. So this is equal to ഇതിനെ with respect to theta നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. That is 3 cos theta നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin theta 3 sin theta plus 8 theta from pi by 4 to 3 pi by 4. So this is equal to 3 sin 3 pi by 4 plus 8 into 3 pi by 4 minus 3 sin pi by 4 minus 8 into pi by 4. ഈ ഫോമിലേക്കല്ലേ വരിക? ഓക്കെ, ഇനി എന്താണ്? This is equal to 3 sin 3 pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? എത്ര വരും? അത് ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ടോ? അപ്പൊ എന്താ വരിക? ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ എന്താണ്? 3 into sin 3 pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ പൈ മൈനസ് 3 pi by 4 ഉള്ള രീതിയിൽ അല്ല, പൈ മൈനസ് 5 by 4 3 pi by 4 ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ്? 1 by root 2 പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. സൈൻ പൈ മൈനസ് 5 by 4 സൈൻ പൈ by 4 ആയിട്ട് വരും. അതെന്താണ്? പോസിറ്റീവ് ആണ്. സോ 1 by root 2 തന്നെയാണ്. പ്ലസ് 8 by 4 8 to 4 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 2 3s are 6 pi മൈനസ് 3 into sin pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root 2 minus 2 pi. So this is equal to ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവും. 6 pi minus 2 pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 pi. അപ്പൊ എന്താണ്? നമ്മള് ഇവിടെ നിന്ന് ക്യാൻസൽ ഒരു മിസ്റ്റേക്ക് 6 by 3 2 ആണ്. ഞാൻ 3 എന്ന് എഴുതിയത് അല്ലേ? എന്തായാലും നമുക്കത് പ്രശ്നം വരുന്നില്ല, കാരണം ക്യാൻസൽ ആയി പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 4 pi ആണ് നമുക്കിവിടെ ഏരിയ ഓഫ് ദാറ്റ് ഗിവൺ റീജിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണം എന്നില്ല, അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും വരും. അത് ഏതാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഒരു പ്രോബ്ലം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി integral over c minus y minus y by x square plus y square dx plus x by x square plus y square dy. അപ്പോ മൈനസ് y ആണ് കേട്ടത്. മൈനസ് y ഇന്റഗ്രൽ ഓവർ c. അപ്പൊ ഈ കേസിൽ നമുക്ക് നമ്മളുടെ ഗ്രീൻസ് തിയറം
അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഗ്രീൻസ് തിയറം പറയുന്ന അവിടെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷൻസ് എന്താണ്? സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആയിരിക്കണം. നമ്മള് പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആയിരിക്കണം. അതേമാതിരി തന്നെ സിമ്പിൾ ക്ലോസ് എന്ന് പറഞ്ഞില്ല, പീസ് വൈസ് സ്മൂത്ത് കേർവ് ആയിരിക്കണം, ക്ലോസ്ഡ് കേർവ് ആയിരിക്കണം. അതേമാതിരി തന്നെ പിന്നെന്തായിരുന്നു സിമ്പിൾ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നോ? ആണ് സിമ്പിൾ ക്ലോസ്ഡ്. ശരിയാണ്, നമ്മള് ഡിവൈഡ് ചെയ്യും കോംപ്ലിക്കേറ്റഡ് കേർവ്സിനെ സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സ് ആയി ഡിവൈഡ് ചെയ്യും. അപ്പം സി എന്ന് പറയുന്ന കേർവ് എന്തായിരിക്കണം എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ? അത് പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ദാറ്റ് മസ്റ്റ് ബൗണ്ട് എ റീജിയൻ ആർ such that this closed curve bounds a region R. Then third one, PQ dou P by dou Y dou Q by dou X. ഈ 4 ടേംസും കണ്ടിന്യൂസ് ഓൺ ദ ഗിവൺ റീജിയൻ R ആണെങ്കിൽ യു ക്യാൻ സീ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ എന്താ പറയാ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രീൻസ് തിയറം, ദിസ് ഇസ് ദ റിസൾട്ട്. ഓക്കെ, അപ്പോ നമ്മളുടെ പ്രോബ്ലം ഇപ്പൊ തന്നിട്ടുള്ള എന്താ? മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് പി, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ക്യൂ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോ തന്നിട്ടുള്ള വേറെ കണ്ടീഷൻസ് നമ്മൾ സീമസ് ക്ലോസ്ഡ് കർവ് ഫോർ സ്ട്രേറ്റ് ലൈൻസ്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അതൊരു കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ റീജിയൻ ആർ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് ദ ഒറിജിൻ ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് this curve എന്ന് പറയുന്നത് x is equal to 2, this is y is equal to 2, this is x is equal to minus 2 and this is y is equal to minus 2. അപ്പോൾ ഈ 4 സ്ട്രേറ്റ് ലൈൻസും കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ R നമുക്ക് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ടോട്ടൽ റീജിയൻ. 4 ക്വാഡ്രന്റിലും കൂടി സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ റീജിയൻ R എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ ഒറിജിൻ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ഈ റീജിയൻ ആറിന്റെ ഉള്ളിൽ എല്ലാവിടെയും ഈ പിയും ക്യൂവും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതിന്റെ ഡെറിവേറ്റീവ്സ് കറസ്പോണ്ടിങ് ടു y ആൻഡ് x റെസ്പെക്റ്റീവ്ലി കണ്ടിന്യൂസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറില് ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഒറിജിൻ ഇതിന്റെ ഒരു പോയിന്റ് ആണ്, ഈ റീജിയനിലത്തെ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഒറിജിൻ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 പ്ലസ് 0, ഡിനോമിനേറ്ററിൽ 0 വരുന്നുണ്ട്. നമുക്ക് 0/0 ഫോം ആയിട്ട് ഇത് മാറും. സോ ദിസ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദി ഒറിജിൻ. അപ്പൊ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഗ്രീൻസ് തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. അത് എന്താണ്, എങ്ങനെ നമുക്കത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒരു കാര്യം കൂടി നോക്കിയതിനു ശേഷം ഈ പ്രോബ്ലത്തിലേക്ക് ഇനി വരാം. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഇവിടെ എന്ത് പറ്റില്ല? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഡിസ്കുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് കർവ് ആണ്, ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ ഇതേ സെയിം ഡയറക്ഷനിലും വരാം, ഉള്ളിലത്തെ രണ്ടും ഒരേ ഡയറക്ഷനിലും പോവാം. അങ്ങനത്തെ കേസുകളൊക്കെ നോക്കി. അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അല്ല, ഇത് ഇങ്ങനെയായിരുന്നു അല്ലെ നമ്മൾ ഇന്നലെ വരച്ചതില്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് പോകുന്നതാണ് നമ്മളുടെ C1 എന്ന് പറയുന്ന കർവ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ C2 കർവ്. ദിസ് ഇസ് R1, ദിസ് ഇസ് R2 എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു റീജിയൻ R എന്ന് പറയുന്നത് R1 യൂണിയൻ R2 ആണ് നമ്മളുടെ റീജിയൻ. അപ്പോ ഈ പോർഷനിൽ നമ്മളുടെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വരും? dou P double integral over R dou Q by dou X minus dou P by dou Y. This is equal to എന്താണ് ശരിക്കും? R1 യൂണിയൻ R2 ആണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 dou Q by dou X minus dou P by dou Y plus double integral over R2 dou Q by dou X minus
ഡോ പി ബൈ ഡോ വൈ. ഓക്കെ, ഇനി ഇതെന്താണ്? C1 എന്ന് പറയുന്ന കേർവ് കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ദിസ് ഇസ് ഒരു ക്ലോസ്ഡ് കർവ് കണ്ടി നമ്മുടെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണല്ലോ. റീജിയൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ് ഈ C1 എന്ന് പറയുന്നത്. C2 എന്ന് പറയുന്നതിനും ഓക്കെ, നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന കേർവ് ഈ രീതിയിലായിരുന്നില്ല, നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷനിലുള്ള കേർവ് ആയിരുന്നു വരച്ചിരുന്നത്. അപ്പൊ നോക്കാം. ഇത് C1 ആയിട്ടും തിരിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാല് C2 ആയിട്ടും. C1 നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഈ രീതിയിലേക്ക് പോയി. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഈ രീതിയിലേക്ക് ഇങ്ങനെ പോയി. ദാറ്റ് മീൻസ് റീജിയൻ R1 R2 രണ്ടും തന്നെ നമുക്ക് എങ്ങനെ കിടക്കുന്നതായിരിക്കണം? കർവിന്റെ ലെഫ്റ്റ് സൈഡ്, ദാറ്റ് ഇസ് പോസിറ്റീവ് ഓറിയന്റേഷനിലാണ് C1 ഉം C2 ഉം ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോ. അപ്പൊ ഈ കണ്ടീഷൻ P യും Q ഉം ഡോ പി ബൈ ഡോ വൈ യും ഡോ Q ബൈ ഡോ എക്സ് എല്ലാം ഇവിടെ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പ്രോബ്ലം നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾസ് വരുന്ന റീജിയൻസ് എങ്ങനെ സോൾവ് ചെയ്യാം യൂസിങ് ഗ്രീൻസ് തിയറം എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനെ രണ്ട് റീജിയൻസ് ആയി ഡിവൈഡ് ചെയ്തു. ഈ രണ്ടിന്റെയും യൂണിയൻ നമുക്ക് ടോട്ടൽ ആ ഡിസ്ക് റീജിയൻ R നമുക്ക് തരും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C എന്ന് പറയുന്നത് ഏത് രീതിയിലേക്കാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇന്റഗ്രൽ ഓവർ C1 ഡോ അല്ല P dx പ്ലസ് Q dy പ്ലസ് C2 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇന്റഗ്രൽ ഓവർ C2 P dx പ്ലസ് Q dy. ഓക്കെ, അപ്പൊ നമ്മളുടെ കേർവ് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരുന്നു? ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തതായിരുന്നു നമ്മളുടെ കേർവ്. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ കേർവ്. അപ്പൊ C എന്ന് പറയുന്ന കേർവ് ശരിക്കും നമ്മള് C1 യൂണിയൻ C2. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ കേർവും ഈ കേർവും കൂടി കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇതെന്താണ്? A1 ഉം A2 ഉം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ A1 യൂണിയൻ A2 എന്ന് പറയുന്നതാണ് നമ്മളുടെ കേർവ് C എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മള് പോസിറ്റീവ് ഓറിയന്റേഷൻ ആണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ A എന്ന് പറയുന്നത് പോസിറ്റീവ് ഓറിയന്റേഷനിലാണ്, A1 ഉം A2 ഉം രണ്ടും പോസിറ്റീവ് ഓറിയന്റേഷനിലാണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ കേർവ് C എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് ഓറിയന്റേഷനിലാണെന്ന് പറയാം. നമ്മൾ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളുടെ റീജിയൻ R എന്ന് പറയുന്നത്. ഈ ഹോൾ അവിടെ റീജിയനിൽ വരുന്നില്ല, ആ ഡിസ്കിൽ വരുന്ന ഉള്ളിൽ വരുന്ന റീജിയൻ ആണ് നമ്മളുടെ റീജിയൻ R എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ രണ്ട് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. R1 ഉം R2-ന്റെയും കോമ്പിനേഷൻ ആയിട്ട് R1 യൂണിയൻ R2 ആക്കി എടുത്തു. നമ്മൾ ഗ്രീൻ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ഓറിയന്റേഷൻ തന്നെയാണ്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കേർവ് C ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ ദിസ് ഈസ് ഇന്റഗ്രൽ ഓവർ C P dx പ്ലസ് Q dy. ഇനി ഒരു കാര്യം കൂടി നോക്കുക. അപ്പൊ നമുക്ക് ഈ റീജിയന്റെ ഗ്രീൻ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോമുലാന്ന് കിട്ടി. പക്ഷെ ഈ ഒരു കാര്യം കൂടി ഉണ്ട്, A1 ഉം A2 ഉം അല്ലെങ്കിൽ ഒറിജിനലി പറയുകയാണെങ്കിൽ C1 ഉം C2 ഉം. ഈ C1 C2 അല്ല ഞാൻ പറയണത്. A1 പകരം C1 ഉം A2 പകരം C2 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇവിടുത്തെ A1 ഉം A2 ഉം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഉള്ള കേർവ് ആണ്. A1 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും A2 ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. അപ്പൊ നമ്മളുടെ ലൈൻ ഇന്റഗ്രൽസ് ആണല്ലോ. അപ്പൊ ലൈൻ ഇന്റഗ്രൽസിന്റെ സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യുന്ന കേർവിന്റെ ദാറ്റ് മീൻസ് C എന്ന് പറയുന്ന കേർവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് D എന്ന് പറയുന്ന കേർവ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിന്റെയും ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ഔട്ട് ആവും എന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇഫ് C1 and C2 are in opposite directions,
then this integral value will be equal to 0. അപ്പോൾ തരുന്ന പ്രോബ്ലത്തിൽ എങ്ങനെയാണ് കേർവ് ഉള്ളത് എന്ന് നോക്കാം. നമ്മുടെ ഹോൾസ് തരുമ്പോൾ ചിലപ്പോൾ രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കേർവ്സ് ആവാം, പുറത്തെയും ഉള്ളിലത്തെയും. that is inner and outer curves both will be in the same direction. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഈ രീതിയിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാം. അതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് രണ്ടിന്റെയും സം എന്ന് പറയുന്നത് will be 0. ഓക്കെ, ആ രീതിയിലേക്ക് നമുക്ക് പറയാം. if C1 and C2 are in opposite directions, C1 ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് C2 എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ C1 p dx plus q dy പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എന്ന് പകരം മൈനസ് C1 എന്ന് പറയാം. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഓവർ C1 p dx plus q dy they will cancel out each other. നമ്മളിത് ലൈൻ ഇന്റഗ്രൽസിന്റെ സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് കർവ് പാസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയറക്ട്ലി അവിടുത്തെ ഇന്റഗ്രൽ വാല്യൂ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം അപ്പൊ ഇതേ പ്രോബ്ലം തന്നെ നോക്കാം. ഇവിടെ നമുക്കത് ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞു. ഈ നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിൾ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസും ഉള്ളിലത്തെ ഡയറക്ഷൻ ക്ലോക്ക് വൈസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ ഗ്രീൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോമിലേക്ക് പറയാൻ പറ്റും, ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ P എന്ന് പറയുന്നത് ഇതാണ്, Q എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോ ഡോ P ബൈ ഡോ വൈയും ഡോ Q ബൈ ഡോ എക്സും നിങ്ങൾ കണ്ടു നോക്കുക. ദിസ് ഇസ് ഡിഫൈൻഡ് ഓൺ ദിസ് റീജിയൻ R. അപ്പൊ ഇവിടുത്തെ റീജിയൻ R എന്ന് പറയുന്നത് പുതിയ റീജിയൻ ആയി. നമ്മളുടെ ഇതല്ല നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഈ സ്ക്വയറിന്റെയും ഈ സർക്കിളിന്റെയും ഉള്ളിൽ കിടക്കുന്നത് സർക്കിളിന്റെ പുറത്തും സ്ക്വയറിന്റെ ഉള്ളിലുമായിട്ട് വരുന്ന ഈ ഒരു സെക്ഷൻ ആണ് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ റീജിയൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോ P ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താന്ന് പറയാം, minus 1 into u dash x square plus y square minus y into 2p by dou y അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടുകൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും, x square minus minus x square plus 1 അല്ലേ മാറിപ്പോയി. minus x square minus y square plus 2y square ക്യാൻസൽ ചെയ്താൽ minus x square plus y square അതല്ലെങ്കിൽ y square minus x square by x square plus y square whole square. ഇതേ മാതിരി തന്നെ ഡോ q ചെയ്യാം. ഡോ q by ഡോ x ആണെങ്കിൽ ഇവിടുത്തെ ടേം എന്തായി പോവും, ഈ ടേം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ടേം മാത്രം നമുക്ക് നോക്കിയാൽ മതി, മൈനസ് വൈ ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല. അപ്പം 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x into x. അപ്പൊ ഇവിടെ നമുക്ക്
minus x square plus y square by x square plus y square the whole square. ഇത് രണ്ടും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു ആൻഡ് ദിസ് വാല്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. വാല്യൂ അല്ല, ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ഓൺ ദ ഗിവൻ റീജിയൻ ആർ. നമ്മുടെ ഈ പുതിയ റീജിയൻ ആറിൽ ഇത് കണ്ടിന്യൂസ് ആണ്, കാരണം ഒറിജിൻ ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ ക്യൂ ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ x square plus y square whole square minus of minus x square plus y square by x square plus y square whole square. This is equal to the end. This is equal to 0. കാരണം ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഡോ പി ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യാൻസൽ ഔട്ട് ആവും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്കിവിടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് നമുക്ക് അവിടെ മാറി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും. എന്ത് റിസൾട്ട് ആണ്? രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതേമാതിരി ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ വാല്യൂ ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. അതല്ലെങ്കിൽ എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി 1 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി 2 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ where C1 and C2 are in the opposite directions. അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നേ ഉള്ളൂ. സോ ഇത് ക്യാൻസൽ ഔട്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോ ഈ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഹോൾസിന്റെ കേസിലേക്ക് വരുമ്പോ C1ഉം C2ഉം നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഉള്ള രണ്ട് കേർവ്സ് ആണ്. ഇതിന്റെ കോമ്പിനേഷൻ ആണ് സി എന്ന് പറയുന്ന കേർവ്. അപ്പൊ ഇങ്ങനത്തെ ഒരു റീജിയൻ ആണ് ഔട്ടർ ആൻഡ് ഇന്നർ രണ്ട് കേർവ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ, ഔട്ടർ കേർവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇന്നർ കേർവ് പോകുന്നത് എങ്കിൽ ഈ റീജിയനിൽ ഉണ്ടാവുന്ന ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ട്, ഏരിയ അല്ല, അവിടുത്തെ ഡബിൾ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാ വരിക? 0 ആണ് നമുക്ക് അവിടെ വരിക. ഓക്കെ, ഇനി അപ്പൊ രണ്ട് കേർവ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഇന്റഗ്രൽ വാല്യൂ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് പറയാൻ പറ്റും. കാരണം ലൈൻ ഇന്റഗ്രൽസിന്റെ ഫോം വെച്ചിട്ട് ദേ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന ഈ ഫോമില് ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ C1 പി ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 എന്നുള്ളത് പറയാം. ഇത് രണ്ടിന്റെയും ഡയറക്ഷൻസ് പോസിറ്റീവ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഓക്കെ അല്ല, പോസിറ്റീവ് ഡയറക്ഷനിലല്ല, നമ്മളുടെ പ്രോബ്ലത്തിൽ വന്ന മതി. ഏതാണോ ഡയറക്ഷൻ എന്നുള്ളത് വെച്ചാൽ അത് മിക്കവാറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഡയറക്ഷൻ നമ്മൾ എടുത്തത് എങ്ങനെയായിരുന്നു? C1. C1 ഇങ്ങോട്ടും ഉള്ളിലത്തെ C2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് നമുക്ക് വന്നത്. ഓക്കെ,